അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മനസ്സിലാക്കുന്നതിലൂടെ ഒരറിവ് ദിവസവും നേടാം എന്ന വിഷയമാണ് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അതിന്റെ 47ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന അബൂ ദാവൂദ് എന്ന കിതാബിലുള്ള ഹദീസാണ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അബീ ഹുറൈറ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ യഅനി റീഹഹാ. റവാഹു അബൂ ദാവൂദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കപ്പെടേണ്ടതായ ഇൽമിനെ ഒരാൾ പഠിച്ചാൽ ലാ യതഅല്ലമുഹു, ആ ഇൽമിനെ അവൻ പഠിക്കുന്നില്ല, ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടാണ് അവൻ പഠിക്കുന്നത്. ഒരറിവ് പഠിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ, ഹൃദയത്തിൽ നല്ല ഒരു നിയ്യത്ത് ഉണ്ടായിരിക്കണം. അത് തെറ്റാൻ പാടില്ല. നിയ്യത്ത് നന്നാക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. നിയ്യത്ത് അനുസരിച്ചാണ് കാര്യങ്ങൾ. ഇൽമു പഠിക്കുക എന്നത് വളരെ പുണ്യമുള്ളതാണ്. പക്ഷെ ദുന്യാവ് നേടണം എന്നാണ് മനസ്സിൽ പഠിക്കുന്ന ആളുടെ എങ്കിൽ അത് വലിയതായ തെറ്റാകും. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. ദുന്യാവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചരക്കിനെ ആഗ്രഹിച്ചുകൊണ്ട്, എന്തെങ്കിലും ഒരു വസ്തു ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഇൽമു പഠിച്ചാൽ ലം യജിദ് ഹർഫൽ ജന്ന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ അവനിക്ക് സാധിക്കുകയില്ല. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് ഏത് സമയത്തും നന്നായിരിക്കണം. നല്ല നിയ്യത്ത് വേണം. ഇഖ്ലാസ് ആവശ്യമാണ്. അല്ലാഹു നമുക്കൊക്കെയും ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ഭക്ഷണം നൽകിയവർ, അതുപോലെ സഹായിച്ചവർ, നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കള്, സഹോദരന്മാർ, മറ്റു ബന്ധപ്പെട്ടവർ, എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ചാനലിൽ അംഗമായ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അവരെയൊക്കെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.